നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പരസ്യപ്രചരണം നാളെ സമാപിക്കും. കൊട്ടിക്കലാശത്തിന് ഒരുങ്ങി മുന്നണികൾ. അന്തിമ വോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ മനം കവർന്ന് ഷാക്കിയും ഡാലിയും. ചിറക്കടവിൽ വിജയം ആവർത്തിക്കാൻ ഷാക്കി സജീവ്. ജില്ലാ പഞ്ചായത്ത് പാമ്പാടി ഡിവിഷൻ പിടിക്കാൻ LDFന്റെ ഡാലി റോയ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് കത്ത് നൽകും. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായവരെ CPM പുറത്താക്കണമെന്നും ചെന്നിത്തല. പാലാ ജൂബിലിക്കൊരുങ്ങി പാലാ നഗരം. പ്രധാന തിരുനാൾ നാളെയും മറ്റന്നാളും. വാർത്തകൾ വിശദമായി. നാളെ കൊട്ടിക്കലാശം. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ സ്ഥാനാർത്ഥികൾ അന്തിമ ഓട്ടത്തിലാണ്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം. 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലും പ്രചരണം ഞായറാഴ്ച അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് മുൻപായി പ്രചരണം അവസാനിപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. പ്രചരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാന ടൗണുകളിൽ നടത്തുന്ന കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സമുണ്ടാക്കുന്ന സമാപന പരിപാടികൾ പാടില്ലെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പരസ്യപ്രചരണത്തിന്റെ സമാപനത്തിലുണ്ടാകുന്ന തർക്കങ്ങളും വെല്ലുവിളികളും, ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൗൺസ്മെന്റുകളും, പ്രചരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ച് മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടർമാർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വാർഡുതല സ്ഥാനാർത്ഥികൾ 4 റൗണ്ട് വോട്ടർമാരെ നേരിൽ കണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. സ്ലിപ്പ് വിതരണം ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കി. കോർണർ മീറ്റിംഗുകളും ജാഥകളും നടത്തിയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പ്രചരണം നടത്തുന്നത്. അതത് പ്രദേശങ്ങളിലെ MLAമാരും തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ജയം ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. LDF, UDF, NDA മുന്നണികൾ കൂടാതെ ആം ആദ്മി 2020 CSDS സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമാണ്. പൊതുപ്രചരണം അന്തിമഘട്ടത്തിലെത്തിയതോടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് വാഹനങ്ങൾ റോഡിൽ തലങ്ങും വിലങ്ങും പായുന്ന കാഴ്ചയാണ് ശനിയാഴ്ച കാണാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് പഞ്ചായത്ത് 21-ാം വാർഡിൽ ജനവിധി തേടുന്ന ഷാക്കി സജീവ് ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുവെന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇത്തവണയും മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ നിന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചയാളാണ് ഷാക്കി. ചിറക്കടവ് പഞ്ചായത്ത് 20-ാം വാർഡിലെ ജനപ്രതിനിധിയായിരിക്കെ വാർഡിലെ സമഗ്ര വികസനം ചൂണ്ടിക്കാട്ടിയാണ് ഇക്കുറി 21-ാം വാർഡിൽ വീണ്ടും മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വാർഡിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കാൻ കഴിഞ്ഞു. കൂടാതെ തോണിപ്പാറ കാവാലിമാക്കൽ റോഡ് 6 ലക്ഷം രൂപ വിനിയോഗിച്ച് തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി റോഡ് കോൺക്രീറ്റ് ചെയ്തു. 20-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിട്ടിരുന്ന അംഗൻവാടി ഭാഗം, ഈരൂരിക്കൽ ഭാഗങ്ങളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഷാക്കി സജീവ് പറഞ്ഞു. കൂടാതെ ആഴാന്തിയിൽ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ട ഫണ്ട് അനുവദിച്ചു. കുഴിക്കാട്ടുപടി റോഡിൽ കലുങ്ക് പണിയുന്നതിനും റോഡിന്റെ പുനർനിർമ്മാണത്തിനും തുക അനുവദിച്ചിട്ടുണ്ട്. വാർഡിന്റെ എല്ലാ ഭാഗത്തും വഴിവിളക്കുകൾ സ്ഥാപിച്ചു. MLA ഫണ്ട് വിനിയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. വാർഡിലെ കിടപ്പ് രോഗികളായ അർഹതപ്പെട്ട എല്ലാവർക്കും കട്ടിൽ കൊടുത്ത് സഹായിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും അവരുമായി ഒത്തുചേർന്ന് പോകുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വാർഡിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഏറ്റവും കുടിവെള്ള പ്രശ്നം നേരിട്ട ഈരൂരിക്കൽ ഭാഗം അംഗൻവാടിയുടെ പരിസരം കുടിവെള്ളമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിയ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും ആദ്യം പരിഹാരം കണ്ടെത്തിയത് ഇവർക്കുള്ള കുടിവെള്ളം എത്തിക്കുകയും റോഡില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും റോഡിൻ്റെ പരിഹരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം ഇനിയും എൻ്റെ സ്വപ്ന പദ്ധതികളായ കാവാലിമാക്കൽ കുടിവെള്ള പദ്ധതി, ആഴാന്തി കുഴൽക്കിണർ കുടിവെള്ള പദ്ധതിയാക്കുവാനും മണിമലക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് കുറച്ചുകൂടി പൂർത്തീകരിക്കാനുണ്ട്. അതിനും ഈ 3 കുടിവെള്ള പദ്ധതിക്ക് ഞാൻ ഫണ്ടിട്ടിട്ടാണ് ഇറങ്ങിയത്. കാവാലിമാക്കൽ റോഡിൽ സഞ്ചാരയോഗ്യമാക്കുവാൻ ഏറെ കഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും വലിയൊരു പ്രവർത്തനം വേണ്ടി വന്നത് MLA ഫണ്ട് ഉപയോഗിച്ച് അവിടെ പാലം നിർമ്മിച്ച് റോഡ് ആർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു. അവിടെ ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് അവിടെ ഒരു പാലം വന്നതും. എന്നാൽ വാർഡിലെ പ്രധാന റോഡുകളിലൊന്നായ 20-ാം മൈൽ ഇടതംപറമ്പ് റോഡിന്റെ നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുന്നത് ആക്ഷേപത്തിന് ഇടയാക്കിയിട്ടുണ്ട്.
കരാറുകാരൻ റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളിൽ വലിയ മെറ്റലും മക്കനും അടിച്ചിട്ടിരിക്കുന്നത് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം റോഡിന്റെ നിർമ്മാണത്തിനായി 17 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടികൾ ചെയ്യാൻ സാധിക്കാത്തതാണ് റോഡിന്റെ പണികൾ തുടങ്ങാൻ വൈകുന്നതിന് കാരണമെന്ന് ഷാക്കി സജീവ് പറഞ്ഞു. 20 മൈൽ നെല്ലിമൂട് റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. കാരണം 15-ലധികം സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു റോഡാണ്. ഇതിനു മുന്നേ റോഡ് പണി പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. 17 ലക്ഷം രൂപ ഫണ്ടായി കിടക്കുന്നതാണ്. എന്നാൽ സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ ലഭ്യതക്കുറവും കാലാവസ്ഥയും ഈ റോഡിനെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അടിയന്തരമായി ഇട്ട മെറ്റലുകൾ ഇളകി പോകാതിരിക്കാനും തിരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം തന്നെ റോഡ് പണിത് സഞ്ചാരയോഗ്യമാക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചിറക്കടവ് പഞ്ചായത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഷാക്കി സജീവ് 5 വർഷം കൊണ്ട് താൻ വിജയിച്ച 20-ാം വാർഡിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. വാർഡിന്റെ വികസനത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഷാക്കിയെ ഇക്കുറി 21-ാം വാർഡിലെ വോട്ടർമാർ കൈവിടില്ലെന്ന വിശ്വാസമാണ് ഇടതുമുന്നണിക്ക്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശക്തമായ മത്സരം നടക്കുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഒരു ഡിവിഷനാണ് പാമ്പാടി. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയിയാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. 4 പഞ്ചായത്തുകളിലെ 44 വാർഡുകൾ അടങ്ങുന്നതാണ് ജില്ലാ പഞ്ചായത്തിലെ പാമ്പാടി ഡിവിഷൻ. കൂരോപ്പട പഞ്ചായത്തിലെ 13 വാർഡുകളും പാമ്പാടിയിലെ 21 വാർഡുകളും പള്ളിക്കത്തോട് മീനടം പഞ്ചായത്തുകളിലെ 5 വാർഡുകളും വീതം ഉൾപ്പെടുന്നതാണ് ജില്ലാ പഞ്ചായത്തിലെ പാമ്പാടി ഡിവിഷൻ. പാമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയിയാണ് LDFന്റെ സ്ഥാനാർത്ഥി. പ്രസിഡന്റായിരിക്കെ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുതൽക്കൂട്ടാകുമെന്ന് ഡാലി റോയി പറയുന്നു. അതിനാൽ തന്നെ എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെന്നും ഡാലി റോയി കൂട്ടിച്ചേർത്തു. നടക്കുന്ന എല്ലാ പഞ്ചായത്തിലെയും വിവിധ വാർഡുകളിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രവർത്തനങ്ങളായിട്ടുണ്ട്. വീട് കയറുന്നുണ്ട്, അതുപോലെ കുടുംബങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. നല്ല സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും വിജയിക്കാനാവുമെന്ന് വിശ്വസിക്കുന്നു. 171 കോടി രൂപയുടെ വികസനം പാമ്പാടി പഞ്ചായത്തിൽ നടപ്പാക്കിയതും കോവിഡ് കാലത്തെ മാതൃകാപരമായ പ്രവർത്തനവും ഡാലി റോയിക്ക് പിന്തുണയായുണ്ട്. വെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെള്ളൂർ മേഖലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ തവണ UDF പ്രതിനിധി വിജയിച്ച പാമ്പാടി ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഡാലി റോയിയും LDFും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാട്ടും പാടി ജയിക്കാൻ രഞ്ജിനി ബാബു. പാമ്പാടി ബ്ലോക്കിലെ പാമ്പാടി ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ് ഈ നാടൻ പാട്ട് കലാകാരി. നാടൻ പാട്ട് കലാകാരിയും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പാമ്പാടി ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥി രഞ്ജിനി ബാബു പാട്ടും പാടി ജയിക്കാൻ അക്ഷീണ ശ്രമത്തിലാണ്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ സ്വീകരണം രഞ്ജിനിക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായി നാടൻപാട്ട് കലാകാരിയാണ് രഞ്ജിനി. വാഴൂരിലെ വായ്മൊഴി നാട്ടറിവ് എന്ന നാടൻപാട്ട് സംഘത്തിലെ അംഗമാണ് രഞ്ജിനി. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ, ഇടിവെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടേ. രാരിക്കൻഡാരോ രേരിക്കൻഡേരോ രാരിക്കൻഡാരോ രേരിക്കൻഡേരോ. വാഴൂർ SVR NSS കോളേജിൽ പഠനകാലത്ത് SFIയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. DYFI കുറ്റിക്കൽ യൂണിറ്റ് സെക്രട്ടറിയാണ് രഞ്ജിനി ബാബു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് രഞ്ജിനി. 8 സ്വീകരണ കേന്ദ്രങ്ങളിലും വളരെ മികച്ച ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യമായിട്ടല്ല, ഞാനിവിടെ കുറ്റിക്കൽ DYFI യൂണിറ്റ് സെക്രട്ടറിയാണ്. അല്ല, വാഴൂർ SVR NSS കോളേജിലെ SFI പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ നാടൻപാട്ട് രംഗത്തുമുണ്ട്. എന്റെ ടീമിന്റെ അതെ, വായ്മൊഴി നാട്ടറിവ്, അത് വാഴൂരാണ്. അതെ, അത് 7 വർഷമായിട്ട്.
ന്യൂസ് ബ്യൂറോ പാമ്പാടി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ ക്രമീകരണം ശക്തിപ്പെടുത്താൻ പാലാ പോലീസ് സബ് ഡിവിഷൻ പരിധിയിൽ റൂട്ട് മാർച്ച് നടത്തി. സബ് ഡിവിഷൻ മേധാവി ഡിവൈഎസ്പി കെ സദന്റെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. മുത്തോലി, കിടങ്ങൂർ, ഈരാറ്റുപേട്ട എന്നീ സ്ഥലങ്ങളിലും പോലീസ് റൂട്ട് മാർച്ച് നടത്തി. പാലാ മഹാറാണി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് ജനറൽ ആശുപത്രി പടിക്കൽ സമാപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്തർദേശീയ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SITക്ക് കത്ത് നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള വൻ സ്രാവുകളാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ടെന്നും രമേശ് ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്തർദേശീയ ബന്ധം അന്വേഷിക്കാൻ SITക്ക് കത്ത് നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 500 കോടിയുടെ അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നതെന്നാണ് തനിക്ക് കിട്ടിയ വിവരമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. സ്വർണം വിറ്റത് വൻ മാഫിയയ്ക്കാണ്. ഇക്കാരണത്താൽ തന്നെ അന്വേഷണം നടത്തണമെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തിന് കത്ത് നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. SITക്കുള്ള എന്റെ കത്തിൽ പ്രധാനമായി പറയാനുള്ളത്, ഈ മോഷ്ടിച്ച സ്വർണം ആന്റിക്സായി അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതിന്റെ ചില അറിവുകൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുകളില്ല, പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറയുന്നത് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ 500 കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത്. SITക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ കാരണം, ഇന്ന് കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെ പറ്റി വിശദമായ അന്വേഷണം വേണം. സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള വൻ സ്രാവുകളാണ് ഇതിന് പിന്നിലെന്നും സൂചനയുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 2 CPM നേതാക്കൾ ജയിലിലായി. എന്നാൽ ജയിലിലായവരെ CPM പുറത്താക്കിയിട്ടില്ലെന്നും പാർട്ടി അറിഞ്ഞുള്ള കൊള്ളയാണോ നടന്നതെന്ന് ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പത്മകുമാർ പലതും തുറന്നു പറയും എന്ന ഭയമുള്ളതുകൊണ്ടാണ് CPM പുറത്താക്കാത്തതെന്നും രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് 2 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലായിട്ടും അവരുടെ പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത്? പാർട്ടി എന്തുകൊണ്ട് അവരുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാത്തത്? അപ്പോൾ പാർട്ടി അറിഞ്ഞു നടത്തിയ ഒരു കൊള്ളയാണോ ഇത്? ആളുകൾ ന്യായമായി സംശയിക്കില്ലേ? CPM BJP ബന്ധത്തിന്റെ ദല്ലാളാണ് ജോൺ ബ്രിട്ടാസ് എന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടക്കം പല കേസുകളും ആവിയായി പോകുന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്കും മന്ത്രി VN വാസവനും പങ്കുണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പാലാ ജൂബിലി തിരുനാളിന് പാല ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായാണ് പ്രധാന തിരുനാൾ. പാലയുടെ ഏറ്റവും വലിയ ആഘോഷമായ ജൂബിലി തിരുനാളിനായി ഒരുങ്ങി നാട്. പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം സംഭവിച്ച് പ്രദർശനം നടത്തുന്ന പ്രധാന നഗരവീഥികൾ വെള്ളിത്തോരണങ്ങളാൽ മേലാപ്പ് വിരിച്ചു കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വൈദ്യുതി ദീപാലങ്കാര പ്രഭയിലാണ്. ജൂബിലി കപ്പേളയും മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. 7-8 തീയതികളിലാണ് പ്രധാന തിരുനാൾ. 1-ന് തിരുനാളിന് കൊടിയേറിയതു മുതൽ കപ്പേളയിലെ മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നേർച്ചകാഴ്ചകൾ അർപ്പിക്കാനും മാധ്യസ്ഥം അപേക്ഷിക്കാനുമായി നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ 11-ന് പരിശുദ്ധ മാതാവിന്റെ തിരുസ്വരൂപം പരസ്യവണക്കത്തിനായി പന്തലിൽ പ്രതിഷ്ഠിക്കും. പ്രധാന തിരുനാൾ ദിനമായ 8-ന് രാവിലെ 8-ന് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ മരിയൻ റാലി നടക്കും. 10-ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 2:30-ന് ജൂബിലി സാംസ്കാരിക ഘോഷയാത്രയും 2-വീലർ ഫാൻസിഡസ് മത്സരവും ബൈബിൾ ടാബ്ലോ മത്സരവും പ്രധാന വേദിയിൽ നടക്കും. വൈകുന്നേരം 5-ന് പ്രസിദ്ധമായ പട്ടണ പ്രദക്ഷിണം ആരംഭിക്കും. 9-ന് രാവിലെ 11-ന് തിരുസ്വരൂപം പുനഃപ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ പാല. കൊടുങ്ങൂർ ആയില്യംകാവിൽ ആയില്യം പൂജ ഡിസംബർ 9 ചൊവ്വാഴ്ച നടക്കും. രാവിലെ 6:30-ക്ക് ഗണപതി ഹോമം, 9:30-ക്ക് ജലധാര, 10:30-ക്ക് ദേവീപൂജ എന്നിവ നടക്കും. 11:30-ക്കാണ് സർപ്പപൂജയും നൂറുംപാലും. പാലാ തൊടുപുഴ റോഡിൽ ലോട്ടറി വിൽപ്പനക്കാരൻ കാറിടിച്ച് മരിച്ചു. കൊണ്ടൂർ സ്വദേശി KV ജോസ് ആണ് മരിച്ചത്. ബസിനെ ഓവർടേക്ക് ചെയ്തു വന്ന കാർ റോഡിന് കുറുകെ കടക്കുകയായിരുന്ന ജോസിനെ ഇടിക്കുകയായിരുന്നു. പാല തൊടുപുഴ റോഡിൽ പിഴകിൽ ലോട്ടറി വിൽപ്പനക്കാരൻ കാറിടിച്ച് മരിച്ചു. കൊണ്ടൂർ കിഴക്കേതിൽ KV ജോസ് ആണ് മരിച്ചത്. മാനത്തൂർ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും പാലയിലേക്ക് വരികയായിരുന്ന കാർ ബസിനെ ഓവർടേക്ക് ചെയ്ത് വരുന്നതിനിടെ റോഡിന് കുറുകെ കടക്കുകയായിരുന്ന ജോസിനെ ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭാര്യ ഡെയ്സി കാളകെട്ടി കുളത്തുങ്കൽ കുടുംബാംഗം. സംസ്കാരം ഇന്ന് മാനത്തൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ പാല. രുചിപ്രേമികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് പാലാ ഫുഡ് ഫെസ്റ്റിന് തുടക്കമായി. പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ചാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. രുചിപ്രേമികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച് പാലാ ഫുഡ് ഫെസ്റ്റ് 2025-ന് തുടക്കമായി. നഗരത്തിന്റെ സാംസ്കാരിക വ്യാപാര രംഗത്തെ സജീവ സാന്നിധ്യമായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിംഗാണ് പാലാ ജൂബിലി തിരുനാളിനോടനുബന്ധിച്ച്
പാലാ ഫുഡ് ഫെസ്റ്റ് മഹാമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 8 വരെയാണ് ഫുഡ് ഫെസ്റ്റ്. പുഴക്കര മൈതാനത്താണ് രുചിയുടെയും കലയുടെയും മഹോത്സവം. 50-ൽ പരം സ്റ്റാളുകളിലായി ഇന്ത്യൻ, ചൈനീസ്, അറബിക്, കോണ്ടിനെന്റൽ ഉൾപ്പെടെയുള്ള ലോകോത്തര വിഭവങ്ങളും അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഫുഡ് ഫെസ്റ്റിൽ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ ആവേശകരമായ കലാപരിപാടികൾ നടത്തപ്പെടുന്നുണ്ട്. ഫുഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. മാൻസി കാപ്പൻ MLA ഭദ്രദീപം കൊളുത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ മൈക്കിൾ ദർശന, എബിസൺ ജോസ്, അനൂപ് ജോർജ്, ബൈജു കലമറമ്പൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി സുസ്ഥിര ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ നിലവിലെ വികസനങ്ങളെക്കുറിച്ചും ഭാവിയിലെ സാധ്യതകളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ ഏകദിന സെമിനാർ നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജോസഫ് അധ്യക്ഷനായി. കാർഷിക സംസ്കരണ സാങ്കേതിക വിദ്യാ വിഭാഗം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P. നിഷ മുഖ്യപ്രഭാഷണം നടത്തി. കുമരകത്ത് ഹൗസ് ബോട്ട് ചീർപ്പുങ്കൽ പെണ്ണാർ തോട്ടിൽ മുങ്ങി. 6 വയസ്സുകാരൻ ഉൾപ്പെടെ 4 കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സഞ്ചാരികളായ 4 കുടുംബം ഉറങ്ങിക്കിടന്ന ഹൗസ് ബോട്ട് ചീപ്പുങ്കൽ പൊണ്ണാർ തോട്ടിൽ മുങ്ങി. 6 വയസ്സുകാരൻ ഉൾപ്പെടെ എല്ലാവരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 3-നാണ് സംഭവം. ഉത്തർപ്രദേശ് സ്വദേശികളായ ഗജേന്ദ്ര സിംഗ്, ഭാര്യ അഞ്ജലി, മകൻ അർഷു, അഞ്ജലിയുടെ സഹോദരൻ രാഘവ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെയാണ് ഇവർ ബോട്ടിൽ കയറിയത്. കായൽ യാത്രയ്ക്ക് ശേഷം സന്ധ്യയോടെ പൊണ്ണാർ തോട്ടിൽ ഹൗസ് ബോട്ട് കെട്ടിയിട്ടിരുന്നു. മുങ്ങിക്കൊണ്ടിരുന്ന ബോട്ടിന്റെ ജനൽ ചില്ലുകൾ തകർത്താണ് ഇവർ രക്ഷപ്പെട്ടത്. തലകൊണ്ട് ചില്ല് ഇടിച്ചു തകർക്കുന്നതിനിടെ രാഘവിന് പരിക്കേറ്റു. രക്ഷപ്പെടുന്നതിനിടെ മറ്റു 3 പേർക്കും നേരിയ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ ഹൗസ് ബോട്ടിൽ വെള്ളം കയറുന്നതായി മനസ്സിലായപ്പോഴാണ് ഇവർ ഉറക്കമുണർന്നത്. ബോട്ട് തോട്ടിലേക്ക് ചെരിഞ്ഞു തുടങ്ങിയിരുന്നു. രാഘവും ഗജേന്ദ്ര സിംഗും തലകൊണ്ടിടിച്ച് മുറിയുടെ ജനൽ ചില്ല് തകർത്ത് ഇതുവഴി എല്ലാവരും പുറത്തു കടന്നു. ശബ്ദം കേട്ട് ജീവനക്കാർ എത്തി ശിക്കാരവെള്ളം ഹൗസ് ബോട്ടിന് അടുത്തേക്ക് എത്തിച്ച് 4 പേരെയും കരക്കെത്തിക്കുകയായിരുന്നു. ഫോൺ നഷ്ടപ്പെട്ടതിനാൽ ഇവർക്ക് ആരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഹൗസ് ബോട്ടിൽ കയറിയപ്പോൾ മുതൽ ജീവനക്കാർ ബോട്ടിൽ നിന്ന് വെള്ളം കോരി കളഞ്ഞിരുന്നതായി ഇവർ പറഞ്ഞു. പണം, ഫോൺ, ടാബ്, ആഭരണങ്ങൾ എന്നിവ ബോട്ടിലുണ്ടായിരുന്നു. ഇവയിൽ 64,000 രൂപ അപ്പോൾ തന്നെ കിട്ടി. രേഖകൾ ഉൾപ്പെടെ ബാക്കി സാധനങ്ങൾ നഷ്ടപ്പെട്ടു. പോലീസും അഗ്നിരക്ഷാ സേനയും പരിശോധന നടത്തി. ബോട്ട് ഇനിയും വെള്ളത്തിൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഡിസംബർ 1-ന് ബോട്ടിന്റെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞതായി പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ജിസ്മോൻ ജേക്കബ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരസ്യപ്രചരണം നാളെ സമാപിക്കും. കൊട്ടിക്കലാശത്തിന് ഒരുങ്ങി മുന്നണികൾ. അന്തിമ വോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ. കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ മനം കവർന്ന് ഷാക്കിയും ഡാലിയും. ചിറക്കടവിൽ വിജയം ആവർത്തിക്കാൻ ഷാക്കി സജീവ്. ജില്ലാ പഞ്ചായത്ത് പാമ്പാടി ഡിവിഷൻ പിടിക്കാൻ LDFന്റെ ഡാലി റോയ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ അന്താരാഷ്ട്ര ബന്ധം അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് കത്ത് നൽകും. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായവരെ CPM പുറത്താക്കണമെന്നും ചെന്നിത്തല. പാലാ ജൂബിലിക്കൊരുങ്ങി പാലാ നഗരം. പ്രധാന തിരുനാൾ നാളെയും മറ്റന്നാളും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.